അപ്പോൾ ഗൈസ് കുറച്ച് ദിവസം മുമ്പ് ഉളുപ്പുണ്ണിയിലെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വാഗമൺ സീരീസിലെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉളുപ്പുണ്ണി പോയതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് റൂമിലൊക്കെ ഒന്ന് ഫ്രഷായി. നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല ലാൻഡ്സ്കേപ്പാണ് ഇവിടെയൊക്കെ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഇവിടെ ഞാൻ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അത് ഒരു കിഡിലോസ്കി എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. നല്ല ക്ലൈമറ്റാണ്. രാത്രിയിൽ ഏകദേശം 17 വരെ വന്നായിരുന്നു ടെമ്പറേച്ചർ. ഒരു അടിപൊളി കാറ്റ് അടിക്കുമ്പോഴത്തേനാണ് രസം, തണുപ്പ്. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. പിന്നെ ഇവിടെ പാഷൻ ഫ്രൂട്ടും നിൽപ്പുണ്ട്, കായ്കളൊക്കെ ആയിട്ട്. നല്ല രസമുണ്ടല്ലേ. റിസോർട്ട് നല്ലൊരു അടിപൊളി സ്ഥലത്തായിരിക്കുന്നത്. മാത്രമല്ല നല്ല വ്യൂ ആണ്, അത്യാവശ്യം ഗ്രീനറിയാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തോന്നുന്നു അറ്റത്ത്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, സ്കോർപ്പിയോയുടെ എൻ്റെ ബാക്കിൽ. ശരിക്കും ഇപ്പോഴും നല്ല കാറ്റുണ്ട്. ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഒരു 20 ആയി. പക്ഷേ നല്ല ക്ലൈമറ്റാണ്, നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. രാവിലെ അങ്ങ് പോയപ്പോൾ സമയത്ത് ഏകദേശം ഒരു 17 ഉണ്ടായിരുന്നു. പക്ഷെ അത് കാറ്റും കൂടെ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിട്ടാണ് തന്നെ കിട്ടില്ല വ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബുഫേ ആണ് കേട്ടോ. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് എടുത്തത് ഈ അപ്പമായിരുന്നു കേട്ടോ, അപ്പവും സ്റ്റൂവും. അത് നല്ലതായിരുന്നു. പിന്നെ നമ്മളൊരു ഡബിൾ പുൽസയും പറഞ്ഞു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മളൊരു പൂരിയും പിന്നെ ഗ്രീൻ പീസ് കറിയും കൂടെ പറഞ്ഞു. അതും ടേസ്റ്റി ആയിരുന്നു കേട്ടോ, നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു. മാത്രമല്ല അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്തിടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കാണ്ടിരിക്കുക, നല്ലതാണ്. ബുഫേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാനും സാധിക്കും. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു സ്വീറ്റ് മെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു അവിടെ. അത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വീറ്റ് മെലൺ മിക്കവാറും ഞങ്ങളിവിടെ വാങ്ങിക്കുമ്പോൾ ഷേക്കായിട്ടാണ് കുടിക്കുന്നത്. ജ്യൂസായിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാനൊരു ബുൾസൈ പറഞ്ഞു, പിന്നെ ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ബുൾസൈ ഇങ്ങനെ എടുത്ത് ആ ബ്രെഡ് ടോസ്റ്റിനിടയ്ക്കോട്ട് വെച്ച് ഇച്ചിരി ബട്ടറും കൂടെ തേച്ചിട്ട് ഇങ്ങനെ കൂടെ കഴിക്കണം. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും. അതൊന്നൊരു വിഷയമല്ല, പക്ഷേ സംഭവം നല്ല ടേസ്റ്റി ആയിട്ടോ. നിങ്ങൾ എന്തായാലും കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ അങ്ങനെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ചായയും കൂടെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഈ റിസോർട്ടിൻ്റെ അടുത്തായിട്ട് ഒരു ഫിഗ് മരം ഇങ്ങനെ ഫുൾ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ആംബിയൻസ് ആട്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ചെറുതായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ട്. സോ എന്തായാലും പറ്റിയ ക്ലൈമറ്റാണ് വരാനായിട്ട്. നമ്മുടെ പ്ലാൻ ഇപ്പോൾ കമ്പം വഴി തേനി പോകാനുള്ളതാണ്. ഇപ്പോൾ വാഗമൺ ടു കമ്പം ഏകദേശം ഒരു 72 കിലോമീറ്ററാണ് ഉള്ളത്. കുമ്മളി വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ അവിടെ കമ്പത്ത് പോയി അവിടെ ഒരു ഗ്രേപ്സിൻ്റെ തോട്ടമുണ്ട്, അതൊന്ന് കാണാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് അഥവാ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ഇവിടുന്ന് ഒരു ചെറിയ ഹെയർ പിൻ പോലെയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി മൊത്തം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ ചുറ്റും. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ. ആ തണുപ്പൊക്കെ ഇച്ചിരി കുറഞ്ഞു. അത് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് EVTയുടെ, ദ ഹോൾ ലീഫ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഒരു 2-3 പാക്കറ്റ് വാങ്ങിച്ചു തേയിലയെ. അവിടെയാണെങ്കിലും ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ അതിന് ചുറ്റുമുണ്ട്. അങ്ങനെ നമ്മൾ തേയിലയൊക്കെ വാങ്ങിച്ച് നമ്മൾ കമ്പത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുമളി ഒക്കെ പാസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. നമ്മൾ വേറെ എവിടെയും നിർത്താനായിട്ട് പ്ലാൻ ചെയ്തില്ല. മാത്രമല്ല പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കൃഷികളൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും.
കുറച്ച് പോയി അങ്ങ് ചെന്നപ്പോഴത്തേന് കുറച്ച് നേരത്തിന് ഒരു ബ്ലോക്ക് കിട്ടി. എന്തോ സമരം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. ഒരു അരമണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തോ സമരമായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മൾ അവിടുന്ന് പിന്നെ നമുക്ക് പോകാനേ സാധിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കുരങ്ങുകളൊക്കെ കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് കാണാം. ആൾക്കാരൊക്കെ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുരങ്ങുകളൊക്കെ കണ്ട് നല്ല സീനിക്കായിട്ടുള്ള റൂട്ടാട്ടോ. മരങ്ങളൊക്കെ ഉള്ളൊരു നല്ല അടിപൊളി റൂട്ടാണ്. സോ നമ്മളിപ്പോൾ ഏകദേശം കമ്പം എത്താറായി. ഇനിയൊരു 30-40 കിലോമീറ്ററോളം ഉണ്ട് ഏകദേശം. പക്ഷേ നമുക്ക് ആ ബ്ലോക്ക് കിട്ടിയോണ്ട് നമ്മൾ കുറച്ച് സമയം പോയി. ഇവിടെ ഏലം തോട്ടമൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കാപ്പിത്തോട്ടങ്ങളും അങ്ങനെ കുറേ കൃഷിയിടങ്ങളൊക്കെ ഈ 2 സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള റോഡാട്ടോ. ഇപ്പോൾ നമ്മൾ കുമളിയൊക്കെ ഏകദേശം കഴിയാറായി. ഇവിടെ ചെറിയ ചെക്കിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം കുഴപ്പമൊന്നുമില്ല. നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മൾ കുമളി ഏകദേശം എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് കയറാൻ പോവുകയാണ്. ഇത് NH 183 ആട്ടോ. ഇത് കൊല്ലവും ഡിണ്ടിഗലും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഹൈവേ ആണ്. നല്ല അടിപൊളി ഹൈവേ ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വണ്ടിയായിട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ തേനിയും കമ്പവും ഒക്കെ വരുന്നത്. അപ്പോൾ കമ്പത്ത് നമ്മൾ ഈ ഗ്രേപ്സ് തോട്ടം കാണാനായിട്ടാണ് മെയിനായിട്ടും വന്നേക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രേപ്സ് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണുന്നത്. നല്ല രസമാണ് കേട്ടോ. ഈ പച്ചയും വയലറ്റും ഈ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഈ ഒരു പ്രൈവറ്റായിട്ട് ഒരാളുടെ കൃഷിയിടമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ഗ്രേപ്സ് പറിക്കാനൊന്നും അവർ സമ്മതിച്ചില്ല. നമുക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നമുക്കിത് ജസ്റ്റ് കാണുക, ഭംഗി ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ ലക്ഷ്യം. പിന്നെ ചില സ്ഥലങ്ങളിൽ അവർക്ക് ചില കൃഷിയിടങ്ങളിൽ അവർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് പറിക്കാനും സമ്മതിക്കും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ജസ്റ്റ് നമ്മൾ കാണുക, എൻജോയ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തേനി വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, കമ്പം വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യുക. കമ്പത്താണ് മെയിനായിട്ട് ഈ കൃഷി തോട്ടങ്ങളൊക്കെ ഉള്ളത്. സോ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഗ്രേപ്സോ മറ്റ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസോ ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രേപ്സ് തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതേപോലെ ചെറിയ തൈകളൊക്കെ ഉണ്ടാവും, അതിലൊന്നും ചവിട്ടാൻ പാടില്ല. പിന്നെ ഇതേപോലെ തൂണുകളിലാണ് ഈ പന്തൽ പടർത്തിയേക്കുന്നത്. അപ്പോൾ ഇതിൽ വളർന്ന് കയറി കായ്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതേപോലെ ഭംഗിയായിട്ടുള്ള തോട്ടങ്ങളുണ്ടാകുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് കുറച്ച് നേരത്തേന്. നല്ല ഹൈവേ ആയിട്ടോ, നല്ല രസമായിട്ട് ഓടിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഉച്ചയാവാറായി. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ഡിണ്ടിഗൽ സ്റ്റൈൽ ബിരിയാണി കിട്ടുന്നൊരു സ്ഥലത്ത് നമ്മൾ കയറി. ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ എൻ്റെ കൂടെ ഒരു കറി പോലെയുണ്ട്, പിന്നെ ഒരു ബ്രിഞ്ചാളിട്ട കറിയും, പിന്നെ ഗ്രേവിയും, പിന്നെ ഒരു മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഇതിനകത്ത് മുട്ടയുണ്ട് കേട്ടോ. എന്നാൽ കാലൊക്കെ അപ്പോൾ അച്ഛന് മട്ടൻ ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അച്ഛനത് ഇഷ്ടപ്പെട്ടു. ഞാനും ഇത് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. നല്ല ലെഗ് പീസൊക്കെ ഉണ്ട് അതിനകത്ത്, കണ്ടോ, അടിപൊളി. അപ്പോൾ ഈ ലെഗ് പീസ് നമുക്ക് എടുക്കാം. കുറച്ച് ചോറും പിന്നെ ഒരു പപ്പടവും ഉണ്ട് കേട്ടോ. പപ്പടം നമ്മൾ ചോദിച്ചപ്പോൾ അവർ തന്നു. ഈ ചിക്കൻ കുറച്ച് കട്ടിയായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതൊരു പ്രത്യേക ടൈപ്പ് മസാലയാണ്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ബിരിയാണി പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ഈ ബ്രിഞ്ചാളിൻ്റെ കറി കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അതിൽ നല്ലത് ആ ബിരിയാണിയും ആ സാലഡും കൂട്ടി പപ്പടവും കൂടെ കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആരതി ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുമായിരുന്നു. സോ നമ്മളത് കഴിച്ച ഒരു ലൈം ടീയും കൂടെ കുടിച്ച് അങ്ങ് ഇറങ്ങി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ തമിഴ്നാട്ടിൽ നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് പോകുന്നത്. നമ്മൾ ഈ വെർട്ടസായിട്ട് നമ്മൾ മറ്റൊരു വണ്ടിയായിട്ടും കേരളത്തിന് വെളിയിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സോ ഇവിടെ കറങ്ങുന്ന കോഴിയൊക്കെ കാണാൻ സാധിച്ചു. അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. തൽക്കാലം ബിരിയാണി കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഹൈവേ ആയിട്ടോ, നല്ല രസമുള്ള റോഡുകളാണ്. വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ടാണിത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാനും സാധിക്കും കേട്ടോ. ഞാൻ നിങ്ങളെ കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാം, എല്ലാം ഒന്നും കാണിക്കത്തില്ല. എല്ലാം കൂടെ കാണിച്ച് നിങ്ങൾ ബോറടിക്കില്ലേ. നല്ല രസമുള്ളൊരു വഴിയാണ്. നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ വണ്ടിയെ കുറിച്ച് അറിയാനും സാധിക്കും. നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഒരു 80-100 ആ റേഞ്ചിലൊക്കെ പോകാൻ പറ്റും. അതിൽ കൂടുതലൊന്നും ദയവ് ചെയ്ത് ഓടിക്കാണ്ടിരിക്കുക. മറ്റുള്ളവർക്കും ആപത്ത് വരുത്താത്ത രീതിയിൽ സേഫായിട്ട് എപ്പോഴും ഓടിക്കാൻ ശ്രമിക്കുക.
നല്ല അത്യാവശ്യം വീതിയൊക്കെ ഉള്ള റോഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ തിരക്ക് അനുഭവപ്പെട്ടത് തേനി എടുക്കാറായപ്പോഴാണ്. അത് സിറ്റിയുടെ സെൻട്രലായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ തേനിക്ക് ഏകദേശം 36 കിലോമീറ്ററാണ് പറയുന്നത്. നമുക്ക് വാഗമൺ ടു തേനി ഈ റൂട്ടാണുള്ളത് മെയിനായിട്ട്. സോ ഏകദേശം ഒരു 112-120 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് വേഗം എത്താൻ സാധിച്ചു. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3:30 ആവുന്നു സമയം. ഇപ്പോൾ നമ്മൾ തേനി സിറ്റി സൈഡിലോട്ട് ഏകദേശം എത്താറായി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിലൊരു ബ്ലോക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മെയിൻ ജംഗ്ഷൻസിലൊക്കെയാണ് മെയിനായിട്ട് ഇത് കണ്ടത്. നമുക്കിത് ഇവിടെ എത്താറാകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. കണ്ടില്ല, നമ്മൾ ഏകദേശം തേനി എത്തി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ ഹെൽമെറ്റ് വെക്കാണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കൊള്ളാം. നല്ല തിരക്കുള്ള നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. ഒരു ബസ് കണ്ടോ, പച്ച കളറിൽ, തമിഴ്നാട്ടിലെ ബസ്സാണ്. അത്യാവശ്യം ഇപ്പോൾ തിരക്കായി തുടങ്ങി, കണ്ടില്ലേ. നല്ല രസമുള്ളൊരു സിറ്റിയാണ്. നമുക്ക് കമ്പം ടു തേനി ഏകദേശം 42 കിലോമീറ്റേഴ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഹോട്ടൽ വെസ്റ്റേൺ ഗാർഡ്സിലാണ്. അപ്പോൾ അവിടെ എത്താറായി. നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. ഇഷ്ടംപോലെ ബിൽഡിങ്സൊക്കെ കാണാൻ സാധിക്കും. പച്ചപ്പൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മളത് കണ്ട് കുറച്ച് നേരം നിന്നു. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ബെഡുണ്ട്, പിന്നെ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ബാത്റൂമും ഉണ്ട് കേട്ടോ. ബാത്റൂമിനകത്ത് മിറർ ഞാൻ, പിന്നെ ഇതിനകത്തൊരു ബാത്ത് ടബും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടൽ റൂമിൽ ബാത്ത് ടബ് ഉള്ളതായിട്ട് ബുക്ക് ചെയ്യുന്നത്. സോ അതൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാണ്ടില്ല, ഒരു വെറൈറ്റി ബിൽഡിങ്, വെറൈറ്റി പെയിൻറ്റിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചായ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വിൻമിൽ കാണാൻ സാധിക്കും. വിൻമിൽ പാടം, കാറ്റാടി പാടങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. വഴി കൂടെ പശുക്കളൊക്കെ നടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ വിൻമിൽ ഇതിലായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണാമെന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത്. ആദ്യം ഒരു സ്ഥലത്ത് പോയി. അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോൾ വിൻമില്ലൊക്കെ അവർ വേറെ സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ ഉള്ളവർ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് ആ സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ ഇഷ്ടംപോലെ വിൻമിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വിൻമിൽ കണ്ടു പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വിൻമിൽ കാണുന്നത്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതിനകത്തൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇത് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ അടുത്തുനിന്ന് കാണണം എന്നൊരാഗ്രഹം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി. നമുക്ക് ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 14-15 കിലോമീറ്ററോളം പോയി. നമുക്ക് എല്ലാ സൈഡിലും ഇതേപോലെ കാണാൻ സാധിക്കും. പിന്നെ തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നീങ്ങിയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ കാറ്റാടികൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം കറങ്ങുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഈ കോൺ ഓർ മെയ്സാണിത്. ഇത് കരിഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞത് വെള്ളം കിട്ടാത്ത കാരണം ഉണങ്ങിപ്പോയതാണെന്നാണ്. എന്തായാലും ഒരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തൊരു നഷ്ടമായിരിക്കും ഇവർക്ക് ഫേസ് ചെയ്ത് വരുന്നത്. നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെ അടുത്തടുത്ത് പോകുമ്പോഴത്തേനും സൺസെറ്റൊക്കെ ആവാറായി. നല്ല ഭംഗിയായിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണി 6 മണി ആ ടൈമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മളൊരു കാറ്റാടിയുടെ അടുത്തെത്തി. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അടുത്തുനിന്ന് കാണുമ്പോഴത്തേന് നല്ല ഹൈറ്റ് തോന്നിക്കും. മാത്രമല്ല നല്ല ചെറിയൊരു മൂളൽ പോലെ എന്ന് പറഞ്ഞൊരു മൂളലുണ്ട്. വീഡിയോ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ വണ്ടി ഇവിടെ നല്ല എസ്തെറ്റിക്കായിട്ട് പാർക്ക് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇഷ്ടം പോലെ കാറ്റാടികളിവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ടില്ല കേട്ടോ, ഇതായിട്ട് ഇടാം. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും കൊണ്ടുവന്ന് നമ്മുടെ വിർട്ടസാണിത്. നമ്മുടെ കൂടെ കൂടിയിട്ട് ഏകദേശം 2.5 വർഷത്തോളം ആകുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടും ഇവന് ഉണ്ടാക്കിയിട്ടില്ല. നല്ലൊരു കമ്പാനിയനാണ്. എല്ലായിടത്തും നമ്മുടെ കൂടെ തന്നെ സേഫായിട്ട് എത്തിക്കും. ഇതിൻ്റെ റിവ്യൂ ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മിന്നിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ ക്ലിക്കി. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുക കേട്ടോ.
കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വണ്ടിയുടെ. എന്തായാലും ഞാൻ അത് പോസ്റ്റ് ചെയ്യാം. എന്തായാലും ഇത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക നിൽക്കുന്നതാണ്. വെണ്ട കൃഷി ചെയ്യാൻ തോന്നുന്നു, കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അത് തന്നെ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കൃഷിയുണ്ട് കേട്ടോ. പല പല പച്ചക്കറികളും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കൃഷി കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്ന പോലെ ഒന്നും കണ്ടില്ല. എല്ലായിടത്തും കൃഷികളാണ് മെയിനായിട്ടും ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വിൻമിൽസ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു പല പല കമ്പനീസിൻ്റെ വിൻമിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. മേ ബി കറണ്ട് ജനറേഷൻ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. കൃഷി ഇടങ്ങളുടെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ മേ ബി സ്ഥലം ലീസിന് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിക്കിതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് കാറ്റാടി അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ലൊക്കേഷൻ്റെ. എന്തായാലും പോയി നോക്കുക. അങ്ങനെ നമ്മൾ തിരിച്ച് സിറ്റിക്കകത്തെത്തി. ഇപ്പോൾ ലൈറ്റ്സൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെയുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് രാത്രി ആകുമ്പോഴത്തേന് ഇറങ്ങാം. എന്തെങ്കിലും ഷോപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. നമുക്ക് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ദോശ തന്നെയാണ് പറയാമെന്ന് വിചാരിച്ചു. അച്ഛൻ ഒരു പ്ലെയിൻ ദോശ പറഞ്ഞു. അതിനകത്ത് സാമ്പാറും പിന്നെ വൈറ്റ് ചട്നിയുണ്ട്, പിന്നെ ഓറഞ്ച് ചട്നിയുണ്ട്. ഞാൻ പറഞ്ഞൊരു ഓണിയൻ ദോശ കേട്ടോ. അതിനകത്ത് മസാല ദോശയ്ക്ക് പകരം ഓണിയനെ വെച്ചൊരു ദോശ. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. ലൈറ്റൊക്കെ ചെയ്തപ്പോൾ ഭംഗിയായി. നമുക്ക് ചുമ്മാ അത് വഴിയൊക്കെ നടക്കാം. ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതുണ്ട് വിൽക്കാനായിട്ട്. നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഇച്ചിരി സമയമെടുത്തു. എന്തായാലും നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയപ്പോഴത്തേന് ഇഷ്ടംപോലെ ഷോപ്സൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റ്സൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. ഉത്സവം കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ആൾക്കാർക്ക് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. വാട്ടർമെലൺ, പൈനാപ്പിളൊക്കെ. അവിടെ എന്തൊക്കെ ഉത്സവത്തിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നാരങ്ങ ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളിരിക്കുന്ന നാരങ്ങ. നമ്മളത് നാരങ്ങ കുറച്ച് വാങ്ങിച്ചു. കണ്ടിട്ട് നല്ല രസമുണ്ട്. നല്ല ഉരുണ്ട് നല്ല വലിയ നാരങ്ങ കേട്ടോ. നമ്മൾ അവിടെ നാട്ടിൽ കാണുന്ന പോലത്തെ അല്ല. പിന്നെ പൊട്ടറ്റോയും സവാള എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നു. നമ്മൾ കുറച്ച് സ്വീറ്റ്സും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം രാവിലെ നമ്മൾ എണീറ്റപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിലൊരു ന്യൂസ് പേപ്പർ കിടക്കുന്നു. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ കുറച്ചത് വായിച്ചു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബുഫേ ആയിട്ടോ ഇവിടെ. അപ്പോൾ ഇതാ ഒരു സാധനം ഇരിക്കുന്നു, പൊങ്കൽ. ഈ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പൊങ്കലെടുത്തു. പിന്നെ ഈ നെയ് റോസ്റ്റും നമ്മൾ പറഞ്ഞാൽ മതി, അവർ അന്നേരം ഉണ്ടാക്കി തരും. പൊങ്കൽ ഈ കുഴപ്പം തോന്നിയില്ല, നല്ലതാണ്. കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട നെയ് റോസ്റ്റും സാമ്പാറും ചമ്മന്തിയും കൂടെയാണ്. നല്ല ടേസ്റ്റി കേട്ടോ. എന്തായാലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയായിരുന്നു. ഈ വടയും അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു പൂരി പറഞ്ഞു, പിന്നെ ഒരു പൊട്ടറ്റോ മസാലയും, പിന്നെ ഡബിൾ മുൾസയും പറഞ്ഞു കേട്ടോ. മുൾസയും ഈ ബ്രെഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളത് എടുത്തു കഴിച്ചു. പൊങ്കൽ പോലെ തന്നെ വേറെ സാധനം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതാണ് കേസരി. അതാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് വീണ്ടും ഒന്നുകൂടെ എടുത്തു. വളരെയധികം ഇഷ്ടമായി. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. റവ കൊണ്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നി. എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് വീണ്ടും ഒന്നുകൂടെ എടുത്തു. സംഭവം കിടില കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ചായയും കൂടെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, തേനി കുറച്ച് തിരക്കുണ്ട് ആ ഏരിയയിലൊക്കെ, സിറ്റി ഏരിയയിലൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത്ര തിരക്കില്ല. നല്ല സീനിക്കായിട്ടുള്ള റൂട്ടാണ്. മരങ്ങളൊക്കെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള റോഡും നല്ല വൃത്തിയുള്ള റോഡും കേട്ടോ. നമ്മളിങ്ങനെ പോയി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഏകദേശം 170 കിലോമീറ്ററാണ് വരുന്നത്. പൂപ്പാറ, രാജാക്കാട് വഴി അങ്ങനെ പോയി കോതമംഗലം വഴിയൊക്കെയാണ് നമ്മൾ വരുന്നത്. മൂവാറ്റുപുഴ വഴി വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഏകദേശം 170 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കുറച്ച് ഹെയർ പിൻ പോലെയൊക്കെ ഉണ്ട് ഈ പോകുന്ന റൂട്ടിന്. അച്ഛനാണ് ഓടിക്കുന്നത്. നല്ല റൂട്ടാട്ടോ. നല്ല ഫ്രീ ആയിട്ടുള്ള റോഡാണ്, വലിയ തിരക്കൊന്നുമില്ല. അപ്പം അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളായിട്ട് നമുക്കിങ്ങനെ പോകാം. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയുടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. ഒരു കാക്ടസ് നിൽക്കുന്നു. ഇവിടെ താഴോട്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ തെങ്ങുകളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാം.
നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ, എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഞാൻ ഓടിക്കാമെന്ന് വിചാരിച്ചു. ഈ ഹെയർ പിൻസിലൂടെ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. വണ്ടി ഹെവി വെഹിക്കിൾസും വലിയ വണ്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് അവർക്ക് പരിഗണന കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഓടിക്കേണ്ടത്. ഹെയർ പിൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. സോ നല്ല റൂട്ടാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതുവഴി എന്തായാലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റോഡൊന്നും മിസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ റോഡൊക്കെ ഇച്ചിരി നാരോ ആയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഓടിക്കുക. നമ്മൾ പോകുന്ന വഴിക്കൊരു ബലേനോ ഈ അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്നത് കണ്ടു. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഓടിക്കുക. ഇവിടെ എല്ലായിടത്തും ഡേഞ്ചർ ബോർഡൊക്കെ ഉണ്ട് താനും. കണ്ടില്ലേ, റോഡിന് വീതി കുറവാണ്. സോ എപ്പോഴും കെയർഫുള്ളായിട്ട് വേണം ഈ മലകളിൽ ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ചും നാരോ റോഡാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുക.
നേര്യമംഗലം എത്തുന്നതിന് മുമ്പായിട്ടൊരു ചീയപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ കുറേ സ്റ്റോളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പൈനാപ്പിൾ കുറച്ച് വാങ്ങിച്ചു. അവിടെ വാട്ടർഫോൾസിൽ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. അപ്പോഴത്തേനും നമ്മൾ വീട് എത്താറായപ്പോഴത്തേന് ഏകദേശം ഉച്ചയായി. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ ക്ലബ് ഷവായിൽ പോയിട്ടൊരു ഷവായിയും റൈസും ഒക്കെ കഴിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതേപോലത്തെ ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ഇത് അറിയിക്കുക. ഞാനത് അടുത്ത വീഡിയോ റെക്ടിഫൈ ചെയ്തായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. പിന്നെ ഗിവ് അവേയുടെ കാര്യം മറക്കല്ല കേട്ടോ. ഞാൻ അത് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും ഇട്ടേക്കാം.